മലപ്പുറം കൊണ്ടോട്ടി കരിപ്പൂരിൽ കാർ ആക്രമിച്ച് 20 ലക്ഷം രൂപ കവർന്ന കേസിൽ 6 പേർ അറസ്റ്റിലായി. കരിപ്പൂർ പോലീസാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികൾ വാടകയ്ക്കെടുത്ത കാറും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. എന്നാൽ കാറിൽ 20 ലക്ഷം എത്തിച്ചതിനെ കുറിച്ചുള്ള സംശയം ഉയരുന്നുണ്ട്. കസ്റ്റഡിയിലെടുത്ത പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടുകൂടി ദുരൂഹത നീക്കാമെന്ന വിശ്വാസത്തിലാണ് പോലീസ്. കഴിഞ്ഞ മാസം 16-നാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. നെടുംകളരി എന്ന സ്ഥലത്തിനടുത്ത് വെച്ചാണ് വളാഞ്ചേരി സ്വദേശിയായ മുസ്തഫയും സുഹൃത്തും സഞ്ചരിച്ച ഇന്നോവ കാർ ഒരു സംഘം ആക്രമിച്ചത്. KL1 തുടങ്ങുന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള നീല സ്വിഫ്റ്റ് കാറിൽ വന്ന സംഘം മുസ്തഫയുടെ കാർ തടഞ്ഞു നിർത്തി. തുടർന്ന് ഒരു വശത്തെ ഗ്ലാസ് അടിച്ചു തകർത്ത കാറിന്റെ ഡാഷ്ബോർഡിൽ സൂക്ഷിച്ചിരുന്ന 20 ലക്ഷം രൂപ കവരുകയായിരുന്നു. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയ പോലീസ് 100-ലേറെ CCTV ദൃശ്യങ്ങളും സംശയിച്ച 30ഓളം ആളുകളുടെ മൊബൈൽ ഫോൺ വിളികളും വിശദമായി പരിശോധിച്ചു. വ്യാജ നമ്പർ പ്ലേറ്റ് ആയിരുന്നു പ്രതികൾ ഉപയോഗിച്ചിരുന്നത്. ഈ കാറിന്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്തുകയും പിന്നാലെ കാർ വാടകയ്ക്കെടുത്ത ആളുകളെ പോലീസ് തിരിച്ചറിയുകയും ചെയ്തു. കാറിന്റെ GPS ഉപയോഗിച്ചാണ് പോലീസ് പ്രതികളെ കണ്ടെത്തിയത്. കരിപ്പൂർ സ്വദേശി വീരാശ്ശേരി വീട്ടിൽ നിസാർ ആണ് പ്രതികൾക്ക് കാർ വാടകയ്ക്ക് നൽകിയത്. മറ്റ് 5 പ്രതികൾ ഗൂഢാലോചന നടത്തുകയും കൃത്യത്തിൽ പങ്കെടുക്കുകയും കവർച്ചയ്ക്ക് സഹായം നൽകുകയും ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 മലപ്പുറം.